ആന വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കമ്പികള് ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. വീഡിയോയിൽ എത്ര ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്നുള്ള അറിയുന്നില്ല കേട്ടോ. തെലുഗു ഇതൊക്കെ കമ്പികളാണ്. ആനകൾ വരുമ്പോ എർത്ത് കൊടുക്കാനുള്ള. पानी कम है अभी. पानी उधर भी ज्यादा है, उधर वो सामने ज्यादा है मिलता है पानी. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ വെള്ളത്തിന്റെ. पानी उधर मिलेगा ज्यादा, आदमी मिलेगा, बहुत अच्छा सीनरी मिलेगा इधर. ഇവിടെ കേട്ടോ അങ്ങനെ ഒരു पूरा बंद हो गया गेट. ആ ബന്ദ് അഭി ഇപ്പോൾ ബന്ധാക്കിയിട്ടുണ്ട്. बहुत अच्छा है. കുട്ടികളൊക്കെ ഇത് നീന്തി കുളിക്കണമൊക്കെ ഉണ്ട്. ഇത് സെറ്റർ താത്തിയിട്ടിക്കണേ. വെള്ളം കുറവല്ല, അതുകൊണ്ട് താത്തിയതാവും. പഴയ കാലത്തെ സിസ്റ്റമാണ് കേട്ടോ ഈ സെറ്ററിൻ്റെ ഇതൊക്കെ കാണുന്നത്. വെയിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ ഇതൊരു പുതുമായിട്ടോ ഈ ഒരു സെറ്റർ കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ രീതിക്കില്ല. അവിടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടറിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കാനേ. അങ്ങനെ നമ്മൾ നാച്ചുറൽ വൈബിലേക്ക് എത്തിയിട്ട്, അതായത് ഇവിടെ കുറേ പെരകളൊക്കെ കണ്ടാണ്. ഇതൊക്കെ പുതിയ പെരൻ്റെ മോഡലായിക്കണ്, കട്ടകളൊക്കെ വെച്ചിട്ട് ഒരു ഗ്രാമീണ വൈവിധ്യം എന്ന് വേണമെങ്കിൽ. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലമാണ് കേട്ടോ കാണുന്നത്. നമ്മളിപ്പോൾ വന്നത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നേ. ഇങ്ങനെ വന്ന് നോക്കാം. മുള കാര്യങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ, ഇവിടെ ഇങ്ങനെ ട്രാൻസ്ഫോമർ കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ സംഭവങ്ങൾ, ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സർക്കാരിൻ്റെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് വെള്ളം. നമ്മൾ പോകാനുള്ളത് ഈ കാട്ടുകൂടി കേട്ടോ. അടിപൊളി. നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതൊന്നല്ലെങ്കിലും ഇവിടുത്തെ ഒരു രീതിക്ക് ഇത് വലിയൊരു സംഭവമാണ് ഈ കാട് കാര്യങ്ങളൊക്കെ. ഒരു വൈവിധ്യം തന്നെ പറയാം. കാരണം എല്ലാ സ്ഥലവും നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനത്തെ കുന്നും മലയുള്ള സ്ഥലങ്ങൾ ആസാമിൽ കുറവാണ്. ഈ പൂക്കളൊക്കെ ഇവിടെ കണ്ടിട്ടോ. ഈ പൂവിന്റെ പേരൊന്നും എനിക്കറിയില്ല. പണ്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇതേപോലത്തെ പ്രകൃതിയൊക്കെ നമ്മളെ നാട്ടിൽ. ഇപ്പോഴത്തെ ജനറേഷനൊന്നുമില്ല. ഇതേ സിറ്റുവേഷൻ, ഇതേ മീറ്റിംഗ്, മറ്റേ മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതേപോലത്തെ പൂക്കളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചിരുന്നേ. ഗ്യാസ് വരുന്ന അടിപൊളി സ്മെല്ലാണ്. ആ ഒരു ഓൾഡ് ഒരു ഹിസ്റ്ററി നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഈ ഒരു ഇതിൽ കൂടെ നടക്കുമ്പോൾ അടിപൊളി ഗ്യാസ് എടുക്കുന്ന സ്മെല്ലാണ് കേട്ടോ ഇതിന്. അതായത് തുളസിൻ്റെ വേറെ ഒരു സ്മെല്ല്, പക്ഷേ ഇതിന് പ്രത്യേക ഒരു മണം. ഇതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഫുള്ള് തേക്കാണ് കേട്ടോ, തേക്കും കാടാണ്. ഇവിടെയൊക്കെ തേക്കുകളാണ്. ആനകൾ ഇരിക്കാനേ. ज्यादा कॉस्टली वो फर्नीचर बनाने के लिए, फर्नीचर बनाने के लिए ज़्यादा कॉस्टली घास है. फर्नीचर बहुत अच्छा होता है. हाँ, फर्नीचर पालन बहुत अच्छा है वो बनाने के लिए.